നമ്മളിൽ മിക്കവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കണ്ണട. എനിക്കുമുണ്ട്, എൻ്റെ മക്കൾക്കുമുണ്ട്, മിക്കവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കണ്ണടകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ണടകൾ എന്ന് പറയുന്നത് ഒരു ഗ്ലാസോ പ്ലാസ്റ്റിക്കോ ആണ്. ഇത് കണ്ണിൻ്റെ അകത്തോട്ട് വരുന്ന പ്രകാശരശ്മികളെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു മിഥ്യധാരണയുണ്ട്, കണ്ണടകൾ വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പവർ കൂടി വരുമെന്നും. എൻ്റെ മോളോ മകനോ കണ്ണടകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കൂടി ഒരുപാട് കണ്ണടയിലോട്ട് പോകുമെന്ന് പറഞ്ഞ് ചില മാതാപിതാക്കളിലും കുട്ടികൾക്ക് കണ്ണട വെക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താണ് കണ്ണടകൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. കണ്ണിലോട്ട് വരുന്നൊരു പ്രകാശരശ്മിയെ ഫോക്കസ് ചെയ്യാൻ മാത്രമാണ്, അതായത് കേന്ദ്രീകരിക്കാൻ മാത്രമാണ് ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് 0 പവറിനേക്കാൾ കുറച്ചുകൂടെ നീളം കൂടുതലാണെങ്കിൽ ഈ ലൈറ്റ് ഞരമ്പിൻ്റെ മുമ്പിൽ ഫോക്കസ് ആകുന്നു. ആ ഒരു അവസരത്തിൽ കോൺകേവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശരശ്മിയെ കുറച്ചുകൂടെ വിടർത്തി വിട്ട് റെറ്റിനൽ ഫോക്കസ് കിട്ടുന്നു. അതേസമയം കണ്ണുകൾ 0 പവറിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോക്കസ് ഞരമ്പിൻ്റെ പുറകിൽ വരുന്നു. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ്, ഭൂതക്കണ്ണാടി പോലത്തെ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ പ്രകാശരശ്മികളെ കുറച്ചുകൂടെ മുമ്പോട്ട് ഫോക്കസ് ചെയ്യുന്നു. അതായത് കണ്ണടകൾ ചെയ്യുന്നത് കണ്ണിൻ്റെ അകത്തോട്ട് കടക്കുന്ന ലൈറ്റിനെ, പ്രകാശത്തെ കേന്ദ്രീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ കണ്ണടകൾക്ക് കണ്ണിൻ്റെ പവർ കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഭാവിയിലുള്ള പവറിൽ പുറത്ത് വലിയൊരു നിയന്ത്രണം വരുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ കണ്ണട വെച്ച് കഴിഞ്ഞാൽ പവർ കൂടുമെന്നുള്ള തെറ്റിദ്ധാരണ മൂലം കുട്ടികൾക്ക് കണ്ണടകൾ വെക്കുന്നതിൽ നിന്ന് നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടിക്ക് കാഴ്ചയ്ക്ക് ചെറിയൊരു മങ്ങലുണ്ടെങ്കിൽ ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് അദ്ദേഹം കണ്ണിൻ്റെ പവർ നിർണ്ണയിച്ച് കറക്റ്റ് ഫോക്കസിലോട്ടുള്ള പവർ ചെയ്ത് കൊടുക്കുകയും ആ പവർ കുട്ടി വലുതാവുന്നതനുസരിച്ച്, കുട്ടിയുടെ കണ്ണുകൾ വലുതാവുന്നതനുസരിച്ച് പവറിൽ വ്യതിയാനം വരുന്നത് കണ്ണടകൾ വെക്കുന്നതുകൊണ്ടല്ല, കുട്ടിക്ക് പവറിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, സാധാരണ ഒരു പെൺകുട്ടി ഒരു 10 വയസ്സിന് 13 വയസ്സ് 14 വയസ്സാണെങ്കിൽ പെട്ടെന്ന് പൊക്കം വെക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ സമയത്ത് തന്നെയാണ് കണ്ണാടിയുടെ പവറിലും വ്യതിയാനം വരുന്നത്. ആൺകുട്ടികളാണെങ്കിൽ ഒരു 13-14 വയസ്സോട്ട് ഒരു 17-18 വയസ്സ് വരെ ആയിരിക്കാം പെട്ടെന്ന് പൊക്കത്തിൽ വ്യത്യാസം വരുന്നത്. ആ സമയത്ത് തന്നെയാണ് കണ്ണാടിയുടെ പവറും മാറുന്നത്. ആ സമയത്ത് കണ്ണടകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് മാതാപിതാക്കളെ പറയും, കുട്ടി കണ്ണാടി ഉപയോഗിച്ചുകൊണ്ടാണ് പവർ കൂടി വരുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള പവർ നമ്മൾ ചെക്ക് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള പവറിലുള്ള കണ്ണടകൾ വെക്കുകയും അത് വർഷാവർഷം നമ്മൾ പരിശോധിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെളിഞ്ഞ കാഴ്ച കുട്ടിയുടെ തലച്ചോറിലെത്തുകയും ഈ തെളിഞ്ഞ കാഴ്ച തലച്ചോറിലെത്തുന്നത് കൊണ്ട് കണ്ണും തലച്ചോറും നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരികയും ഈ നല്ല കാഴ്ച കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സംഭാഷണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ കണ്ണടകൾ വെക്കുമ്പോഴുള്ള ചില തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ്. ഏറ്റവും പ്രധാനമുള്ളൊരു തെറ്റിദ്ധാരണ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക്, ഈ കുട്ടി കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ പവർ കൂടി കണ്ണാടി വരുമെന്ന്, നാളെ ഒരു കാലത്ത് കുട്ടിയുടെ കല്യാണങ്ങൾ വരുമ്പോൾ അതിന് തടസ്സമെന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും കണ്ണടകൾ വെക്കുന്ന നിരുത്സാഹപ്പെടുത്താറുണ്ട്. അങ്ങനെയൊന്നുമല്ല. കണ്ണാടി വെച്ചാലും കണ്ണാടി വെച്ചില്ല എങ്കിലും കുട്ടി പൊക്കം വെച്ച് വരുമ്പോൾ ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പി ആണെങ്കിൽ പവർ കൂടി വരികയും ഹൈപ്പർ മെട്രോപ്പി അഥവാ ലോങ് സൈറ്റ് ആണെങ്കിൽ പവർ കുറഞ്ഞു വരികയും ചെയ്യും. ഇനി കണ്ണാടി വെക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളിൽ നമുക്കൊന്ന് കൃഷ്ണമയുടെ പുറത്തുള്ള കോൺടാക്ട് ലെൻസ് വെച്ച് നമുക്ക് പവർ വേണമെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. അതല്ല, കണ്ണാടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അല്ല, നമുക്ക് ലേസർ ചികിത്സയൊക്കെ വെച്ച് നമുക്ക് ഈ കണ്ണടകൾ വളരെ ഫലപ്രദമായിട്ട് മാറ്റാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, കണ്ണാടി വെക്കേണ്ട പ്രായത്തിൽ കുട്ടി കണ്ണടകൾ കണ്ടുപിടിക്കുന്ന സമയം തൊട്ട് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ആൺകുട്ടിയാണ് 20-21 വയസ്സ് വരെ പൊക്കം വെക്കുക എന്നുള്ളത് കൊണ്ട് 21 വയസ്സിന് ശേഷം നമുക്കൊന്ന് ലേസർ ചെയ്ത് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം. പെൺകുട്ടികളാണെങ്കിൽ ഒരു 18-20 വയസ്സ് കഴിഞ്ഞ് പവർ സ്റ്റഡിയാന്നുള്ള ഉറപ്പാക്കിയതിന് ശേഷം കണ്ണടകൾ നമുക്ക് മാറ്റാനുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, കണ്ണടകൾ ആവശ്യമുള്ള കുട്ടികൾ നിർബന്ധമായും കണ്ണടകൾ വെക്കുക. കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ തലച്ചോറും കണ്ണുകളും ശരിയായ രീതിയിൽ ഡെവലപ്പായിട്ട് വരികയുള്ളൂ. കണ്ണാടി വെക്കുന്നത് കൊണ്ട് കുട്ടിയുടെ പവർ കൂടി വരത്തില്ല. കണ്ണാടി വെക്കാൻ കുട്ടിക്കോ മാതാപിതാക്കൾക്കോ താല്പര്യക്കുറവുണ്ടെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, അതായത് ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഒരു 20-22 വയസ്സ് കഴിയുമ്പോൾ കണ്ണടകൾ മാറ്റാനുള്ള ശസ്ത്രക്രിയ ചെയ്ത് നമുക്കത് മാറ്റാനും സാധിക്കും. അതുകൊണ്ട് കണ്ണടകൾ ആവശ്യമുള്ള സമയത്ത് വെക്കുക. അത് ഒരു ശാപമായിട്ട് കരുതരുത്. നല്ല രീതിയിലുള്ള കണ്ണടകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിച്ച്
നല്ല രീതിയിൽ കുട്ടിക്ക് ജോലിയും മറ്റു കാര്യങ്ങളിലോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. നന്ദി, നമസ്കാരം.